അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമസ്കാരത്തിൽ പ്രത്യേക നിയ്യത്ത് ചൊല്ലി പറയേണ്ടതുണ്ടോ? ഓരോ വഖ്ത് നമസ്കാരവും അതിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ് ചൊല്ലി പറയേണ്ടത്? അല്ലെങ്കിൽ മറ്റു സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? പല ആളുകൾക്കുമുള്ള സംശയമാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹല്ലു നിയ്യത്തി അൽ ഖൽബ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യമുള്ള കാര്യമാണ്. നിയ്യത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്. നമ്മുടെ മനസ്സിൽ കരുതലാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കരുതൽ നിർബന്ധമാണ്. കാരണം ഇന്നമൽ അമാലു ബിൻ നിയ്യാത്ത്, പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോഴും അത് ഇന്നതാണ്, ഇന്ന ഫർള് നമസ്കാരമാണ്, അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരമാണ്, ഇത് ഇന്ന സുന്നത്ത് നമസ്കാരമാണ്, ഇത് ഇന്ന ഫർള് നമസ്കാരമാണ് എന്ന നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത, ആ ഒരു നിയ്യത്ത് തീർച്ചയായും ഉണ്ടായിരിക്കണം. അതിൽ സംശയമില്ല. പക്ഷെ അത് നാവ് കൊണ്ട് ചൊല്ലി പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ ഉസല്ലി ഫർള സ്വലാത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന ഫർളായ നമസ്കാരം, അതല്ലെങ്കിൽ ളുഹർ അല്ലെങ്കിൽ അസർ ഇത്ര റക്അത്ത് റബ്ബിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നാവ് കൊണ്ട് ചൊല്ലി പറയുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഒരുപാട് വഖ്ത് നമസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സ്വഹീഹായ ഹദീസിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിയ്യത്ത് വെച്ചത് കാണാൻ കഴിയില്ല. സ്വഹാബികൾ ആരും അങ്ങനെ ചെയ്തത് കാണാൻ കഴിയില്ല. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പോലും പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം ആ നിലക്ക് നിയ്യത്ത് ചൊല്ലി പറയുന്നതിനെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതില്ല. പല ആളുകൾക്കും ഒരു ഇടങ്ങേറുള്ള വിഷയമാണ്. പല ആളുകളും വസ്വാസിലാണ്. എന്ത് നിയ്യത്താണ് പറയുക, എങ്ങനെയാണ് പറയുക? അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ടതേയില്ല. നിങ്ങൾ ഏത് നമസ്കാരമാണോ നിർവഹിക്കുന്നത്, അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ, ആ നമസ്കാരത്തിൻ്റെ രൂപവും രീതിയും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. മനസ്സിലത് കരുതുക. ഉദാഹരണത്തിന് ഞാൻ ളുഹർ നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ 4 റക്അത്ത് കടന്നു വരും. സുബൈ നമസ്കരിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ കരുതുമ്പോൾ അതിൽ 2 റക്അത്താണ് എന്നുള്ളത് നമുക്കറിയാം. മഗ്രിബ് നമസ്കരിക്കുകയാണ് എന്നുള്ള നിയ്യത്ത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് 3 റക്അത്താണ് എന്ന് വരും. അപ്പോൾ നമുക്കറിയാവുന്ന നമസ്കാരമാകുമ്പോൾ അതിൻ്റെ രൂപവും മനസ്സിൽ വരും. ആ മനസ്സിലുള്ള കരുതൽ മാത്രമാണ് നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലി പറയുക എന്നുള്ളത് പ്രവാചകനിൽ നിന്ന്, സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെടാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇസ്ലാം ലളിതമാണ്, ആരാധനാ കർമ്മങ്ങൾ ലളിതമാണ്. വസ്വാസായിക്കൊണ്ട് അതിനെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം.